സനനെ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തണം. പക്ഷെ എന്താ ചെയ്യാ, അവൾക്ക് ഭയങ്കര അല്ല, അവള് തിരിച്ചു പോവാണ്. ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു കേട്ടാ, പിന്നെ തൂങ്ങി കിടക്കുന്ന ഒരു മുടിയും ഉണ്ടായിരുന്നു. ആ കയ്യുമല്ല ചങ്ങല, ഇപ്പൊ കാലുമലാണ്. കൊറേ കമന്റ് വന്നിട്ട് സനയുടെ കൂടെയുള്ള കുട്ടി ആരാന്ന് ചോദിച്ചിട്ടല്ലേ. സനന്റെ ചിരിനെ പറ്റി പറയണമെന്നുണ്ടെങ്കില് സന പല്ല് കെട്ടിച്ചതാട്ടാ. എന്ന് കല്യാണത്തിന്റെ കുറച്ച് മുമ്പ് സന വന്നേന്ന് പറഞ്ഞിട്ട് നീമ മറിയം ചാടി കളിക്കുന്നുണ്ട്. അതാരാ വരുന്ന വീഡിയോയില് ആരോ ഒരാള് പറയുന്നുണ്ട് കോമാളി ലുക്ക്. പിന്നെ എപ്പോഴും കമന്റ് എന്തിട്ടാലും കമന്റ് ചെയ്യുന്ന ഒരാളാണ്. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷംലി സാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനും സാമുക്കയും കൂടെ സനനെ അപ്പൂസിനെയും കൊണ്ടായി കൊടുക്കാൻ വേണ്ടി പോകാട്ടോ. കുറച്ച് ദിവസത്തേക്കാണ് പോകുന്നത്, കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ ഒരു വീഡിയോ എടുക്കാം. പിന്നെ നിങ്ങൾ ഒരുപാട് പേര് കുറേ നല്ല നല്ല കമൻസൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കമൻസ് വായിക്കാം, പിന്നെ ചിലതിനൊക്കെ മറുപടിയൊക്കെ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെയാട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ഇറങ്ങിയതാണ് ലീ ബേക്കറിയിലേക്ക്. മൈ ഗോഡ്, അതാണ് അവള് പറഞ്ഞല്ലേ. ചുമ്മുത് എത്ര ആൾക്കുള്ളൂ, ഒരുപാട് പേര് കഴിക്കാണ്ടോ ഇതിന്. അതെന്താന്ന് പറഞ്ഞേ, ഇവിടെ കഴിക്കാനുള്ള സ്പേസ് ഇല്ലല്ലേ, വണ്ടിന്ന് കഴിക്കാം. സ്റ്റാൻഡിങ് പെണ്ണിനായിട്ട് പറ്റൂല. ഇതെന്താണ്, ചീസ് കേക്കാ? ഒന്നുണ്ടോ ചീസ് കേക്ക് എടുത്തോ? ജ്യൂസും ഇതും കൂടെ തീരെ മാച്ച് ചെയ്യും. വെള്ളം എടുത്തു. ഇതെന്താ ടേസ്റ്റ് ഉണ്ടാവും. എന്താ റേറ്റ്? 100 രൂപ. എടുക്കണോ? ഇതൊക്കെ നോക്കിയാൽ തന്നെ ഒരു വെറൈറ്റി നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ക്രിസ്മസ് കേക്കാണത് അല്ലേ? ഇതല്ലേ ഇത്, ഡ്രീം കേക്ക് അല്ലേ? ഡ്രീം കേക്ക് കഴിച്ചിരിക്കണേ, ഷെഫി വാങ്ങി തന്നു. ഡയറ്റ് നാളെ നീളെ ഇവിടെ ഇന്ന് മുതൽ ഡയറ്റ് ചെയ്യുന്ന പറഞ്ഞ ആളാണ്. ഇതൊക്കെ എടുത്തത് സോൻ പാപ്പടി, ചീസ് കേക്ക്, പിന്നെ ഇതെന്താ ബെർലിനർ. വായ കൊള്ളാത്ത കുറേ പേര് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് വന്നതല്ലേ. അപ്പൊ സന പറഞ്ഞ ഇതോ ഉണ്ടാ? അതിൻ്റെ ഉള്ളിൽ ഇതൊരു ചെറിയ മുഖം കാണണ്ട. അമ്മക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്വീറ്റ് ആയിട്ടുള്ള. അങ്ങനെ ഒരു സോഫ്റ്റ് അല്ലേ, ചൂടുണ്ട്. ഇന്നിപ്പോ ഞാനേ ഉച്ചക്കില്ലേ ചോറ് കുറച്ചിട്ടതോ, വിശന്നിട്ടും ഞാൻ ചോറ് കുറച്ചിട്ട്
അതില് ശരിയായി. അവളെ കല്യാണത്തിന് ഗൗൺ ഇടാനും വേണ്ടിയിട്ട് തടി ഉറക്കുകയാണ്. അങ്ങനെ നല്ല ഭംഗിയിൽ ഗൗൺ ഇടണ്ട, ഞാനൊക്കെ തടിച്ചിക്കണ്. ഈ മാത്രം ഇവിടെ സ്ലിം ആയിട്ട് പോകണ്ട. സോൻ പാപ്പടി ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ചൂടുണ്ടാകുന്ന വെള്ളം പെണ്ണിനോട് സനനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ഓരോ വീഡിയോയിലും കാശ് കൊടുക്കണം. നോക്കി അന്നുള്ള ഉഷാറൊന്നും ഇല്ലല്ലോ ഇപ്പൊ. അവള് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ റവന്യൂ എന്നൊരു പാതി അവൾക്ക് കൊടുക്കണം. നല്ല ആക്റ്റീവ് ആവുള്ളൂ. സന ഭയങ്കര വൈബാണല്ലോ എന്നൊക്കെ പറഞ്ഞത്. എന്നാലും സന എവിടെയെന്ന് വെച്ചപ്പോ സനക്ക് ഇത്രയും ഫാൻസ് ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട്. സാമുക്കാനെ പോലെ ചിരിയാണ് സാമുഖാനെ പോലെ. അല്ല, സാമുഖാനെ പോലെയാണ് സനനെ കാണാനെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെന്താണ്, സനനെ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തണം. പക്ഷെ എന്താ ചെയ്യാ, അവൾക്ക് ഭയങ്കര അല്ല, അവള് തിരിച്ചു പോവാണ്. അവള് ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ നീ ഉൾപ്പെടുത്തണ്ട കേട്ടോ. പക്ഷെ ഉള്ള ദിവസങ്ങളിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചപ്പോഴാണെങ്കിൽ അവൾക്കാണെന്നുണ്ടെങ്കിൽ നിലവിളി ശബ്ദം വീണെന്ന് പറഞ്ഞ പോലെ സുഖല്ലായിരുന്നു. വയ്യാണ്ടാണ് ഇങ്ങനെ അങ്ങോട്ട് വന്നത് തന്നെ. സൗദിയിൽ ഭയങ്കര തണുപ്പാണെന്ന് കേട്ടു. പിന്നെ സൗദിയിൽ എവിടെയെന്ന് ചോദിച്ചിരുന്നടേ, എവിടെയാണ്? ദമാമിൽ എവിടെ? ആരൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അന്ന് ഞാൻ സൗദിയിലാണെന്ന് പറഞ്ഞപ്പോൾ ഇനി അവള് സൗദി പോയിട്ട് കാണാട്ടാ. ഇനി പോകില്ലേ? പിന്നെ കുറേ കമന്റ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് കമന്റ്സ് വായിച്ചാലോ? പല്ലൊക്കെ തേക്കൂല കുട്ടി. അല്ല എന്തേ അവന് വായിൽ വെച്ച് അറിയില്ലായിരുന്നു തരുമ്പോ. നമ്മള് മരുവോനല്ലേ വെല്ലക്കുട്ടിനെ കെട്ടാന്ന് പറഞ്ഞേക്കണ കേട്ടോ. അവന് വെല്ലക്കുട്ടിനെ ഭയങ്കര ഇഷ്ടമാണ്. അവന് കെട്ടു. അത്ര കേട്ടൂലേ? കല്യാണം കഴിക്കൂലേ? അവനക്ക് എല്ലാരോടും ക്രഷാണ് അല്ലേ? അവന്റെ അമ്മന് മൂത്ത അമ്മനെ പോലെ. മൂത്ത അമ്മോന് ലോക കോഴിയാണ്. അതേപോലെ തന്നെ ഈ ജനറേഷനിൽ ഇങ്ങനെ. അപ്പൊ ആ ജനറേഷനിൽ എങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും? ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ തൂങ്ങി കിടക്കുന്ന ഒരു മുടിയും ഉണ്ടായിരുന്നു. ആ കയ്യുമല് ചങ്ങല. ഇപ്പൊ കാലമലാണ്. ആരാ വിളിക്കണേ? കൊറേ കമന്റ് വന്നിട്ട് സനയുടെ കൂടെയുള്ള കുട്ടി ആരാന്ന് ചോദിച്ചിട്ടല്ലേ? ശബ കൊറേ മുന്നത്തെ വീഡിയോസിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എളാപ്പാന്റെ മോളാണ്. എൻ്റെ വേറൊരു നാത്തൂന്. ഞാൻ അതിൽ പറയാൻ വിട്ടുപോയി. കാരണം ഇടക്കിടക്ക് ഞാൻ പറയാറുണ്ടോ, പുതിയ ആൾക്കാരാണ് ഇത് ചോദിക്കുന്നത് കേട്ടോ. ഷോൺ ബേബി സന ഇട്ട പേരാണോ എന്ന് എന്താ താങ്കൾക്ക് പറയാനുള്ളത്? നമ്മൾ ഷോൺ ബേബിന്റെ പേരിട്ട കഥ എന്താ? ഷോൺ ബേബി പ്രസവിച്ച സമയത്ത് ഷോൺ ബേബി പ്രസവിക്കുക. ഷോൺ ബേബിനെ പ്രസവിച്ച സമയത്തല്ലേ? അതുവരെ ഒരു രണ്ടാളും പേരൊന്നും കണ്ടെത്തിയില്ല. ഷഫീഖ പെട്ടെന്ന് വന്നിട്ട് ഫ്രിഡ്ജുമ്പോ കയറി എന്നിട്ട് വന്ന് പേരെന്താ വെറൈറ്റി പേരാണെന്നുണ്ട്. ഞാൻ പറഞ്ഞു ജബ്ബാറ്, ഉസ്മാന്, സത്താറ്, മത്താറ്. അന്ന് നടക്കൂല. നേരെ വിട്ടോ യൂറോപ്പിൽ നിന്ന്. യൂറോപ്പ് പോയിട്ട് ഇങ്ങനെ തപ്പിപ്പിടിച്ച് യൂറോപ്പും ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട ഒരു പേരാണ് ഷോൺ. ഷോൺ മെൻഡിസിന്റെ ഷോണിന്റെ അടുത്ത് ഷോണിന്റെ പേരിട്ടത് സാമുക്കയാണ്. സാമുക്കട്ട പേരാണ് ഷോൺ. ഷോൺ ഷെഫി തെങ്ങശ്ശേരി, ജോൺ ജാഫർ ജനാർദ്ദൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഷോൺ ഷെഫി തെങ്ങശ്ശേരി. ആരാണ്? കാണാൻ കാത്തിരുന്ന വീഡിയോ ആണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ. ഇന്നെന്താണ് ഇവൾക്ക് ഭയങ്കര ജാടുണ്ട് കേട്ടാ. കഴിഞ്ഞ വീഡിയോന്റെ കമന്റ്സ് കണ്ടിട്ട് ഭയങ്കര ജാടാ. ഞാൻ പറഞ്ഞതല്ല മേക്കപ്പ് ഇട്ടോളൂന്ന്. മാഷാ അല്ലാ, മോള് മാമിനെ കണ്ട സന്തോഷം എൻ്റെ കണ്ണ് നിറഞ്ഞു. സന്തോഷം കാരണം മാമി മോളെ എടുത്തപ്പോൾ അള്ളാഹു ആയുസ് ആരോഗ്യം നൽകട്ടെ. മാമി എന്താ പറയാനുള്ള, മാമി അത്രയും കാത്തിരുന്നതാ. മാമി എത്ര പ്രാവശ്യം എനിക്ക് വോയിസ് അയച്ച് പറഞ്ഞിട്ടുണ്ട്, കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. കാണാൻ പൂതിയാവണ്, കാണാൻ പൂതിയാവണ. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ.
ഷംലിയാണ് കുട്ടീന്ന്, എന്നെ പോലെയാണല്ലോ കുട്ടി. വളരെ ചുരുക്കം പേരെ പറയാറുള്ളൂ കേട്ടോ. സന സാമക്കാന്റെ അതേപോലെ ചിരിയൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ സനന്റെ. സനന്റെ ചിരിനെ പറ്റി പറയണമെന്നുണ്ടെങ്കില് സന പല്ല് കെട്ടിച്ചതാട്ടാ എന്ന് കല്യാണത്തിന്റെ കുറച്ച് മുമ്പ്. എന്നിട്ട് ആ ക്ലിപ്പ് എടുത്ത ശേഷം തുടങ്ങിയതാ ഇങ്ങനെയുള്ള ചിരി. പിന്നെ അത് നിർത്തിയിട്ടില്ല. അപ്പൂസിനെ കണ്ടപ്പോഴൊരു സന്തോഷം. കാരണം ഇതിന് മുമ്പുള്ള വീഡിയോ ചെറിയൊരു ബേബി ആയിരുന്നു, ഇപ്പോൾ ഒരു വലിയൊരു ബേബി ആയി മാറിയല്ലോ അപ്പൂസ് വലിയ ബേബി ആയിക്കണ അപ്പൂസ്. സൂപ്പർ സന, സൂപ്പർ ശരണ്യ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ സൂപ്പർ. സനന്റെ കൂടെയുള്ള അത് കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് കൂടെയുള്ളത് ആരാണ്. മോളെ ആന്റിയെ കണ്ടപ്പോ നല്ല സന്തോഷം. സത്യം ഞാൻ അത്ഭുതപ്പെട്ടിട്ടാ. കാരണം അവളിങ്ങനെ പുതിയ ആൾക്കാരെ കാണുമ്പോ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോവാറില്ല, പോയാൽ തന്നെ കരയും. ഇപ്പോഴുള്ളൊരു കുഴപ്പം എന്താന്ന് പറയാ, ഇപ്പൊ ശത്രുവാണ്. കാരണം എന്താന്ന് വെച്ചാല് ഇമ്മാനെ ഭയങ്കര ഇഷ്ടാണ്. ഉമ്മാന്റെ എന്താണ് നെഞ്ഞത്തൊക്കെ പോയി കിടക്കും സന, അത് അവൾക്ക് ഇഷ്ടല്ല. അപ്പൊ അവളെ പോയി തല്ലുക പിടിച്ച് മാറ്റുക, കരയുക, അതൊക്കെയാണ്. ഉമ്മാന്റെ കുട്ടി ഇവളാണ്. ഉമ്മാന്റെ കഴുത്തിലൊരു വലിയ ചെയിനുണ്ട്, ആ ചെയിനുണ്ട്. ഇവളത് എടുക്കുന്നുള്ളതുകൊണ്ട് അത് പിടിച്ചു വെച്ചിരിക്കുക. ഞാൻ ട്രെയിനിങ് കൊടുത്തതാ. പിന്നെന്താണ് വേറെന്താ, കൊറേ കമന്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്തല്ലേ കമന്റ്സ് വായിക്കാൻ നല്ല രസമാണ്. അപ്പൊ നിങ്ങൾ കമന്റ്സ് ഇടണം കേട്ടോ, നല്ല കമന്റ്സ് ഇടണേ. സന വന്നേന്ന് പറഞ്ഞിട്ട് നീമ മറിയം ചാടി കളിക്കുന്നുണ്ട്. അതാരാ? നീമ മറിയം അല്ല, സനന്റെ കൂടെയുള്ള മുന്നേ ഫേസ് കട്ടുള്ള പെൺകുട്ടി. ശബന മുന്നന്റെ ഫേസ് കട്ട് ഉണ്ട്. സാമൊക്കെ നാട്ടിൽ വന്നേ പിന്നെ തുണിയിലാണല്ലോ എന്ന്. തുണി ഇല്ലാതല്ലോ, തുണി ഉണ്ടല്ലോ. എന്നെ ട്രൗസർ ഇട്ട് നടന്നതായിരുന്നു. എല്ലാരും കൂടെ പിടിച്ച് തുണി എടുപ്പിച്ചതിൽ നന്ദിയും നമസ്കാരം. നന്ദിയുണ്ട്. ഞാൻ ഇന്ന് തരണം. ആ ട്രൗസർ ഇട്ട് വരുന്ന വീഡിയോയില് ആരോ ഒരാള് പറയുന്നുണ്ട് കോമാളി ലുക്ക്. പൊട്ടന്മാരെ പോലെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. 2 മാമിയാളും കൂടെ യാച്ചിമാനെ ബിരിയാണി ആക്കുമെന്ന്. നീമ മറിയം നമ്മളെ ഫെല്ലക്കുട്ടിക്ക് ഇട്ട പേരാട്ടാ യാച്ചിമാന്ന്. കൊറേ പേര് അങ്ങനെ പല പേരും, യാച്ചിമ്മ, പിന്നെ അതുപോലെ ഫെല്ലമ്മു, അതൊക്കെ ഇതിന്ന് കിട്ടുന്നതാണ് എനിക്ക്. ഞാനും കരഞ്ഞു പോയി എന്ന് കുഞ്ഞുസലാം പറയുന്നുണ്ട്. കുഞ്ഞുസലാം ആയിരിക്കും. പിന്നെ എപ്പോഴും കമന്റ്, എന്തിട്ടാലും കമന്റ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്തതിന് ഇത് വരില്ല ഇതിലെ യൂട്യൂബ് സ്റ്റുഡിയോയില് അങ്ങനെ വന്നിരുന്നു കേട്ടോ. സുഹൈൽ ഷാസ്. ഫെല്ലുമ്മാക്ക് മാമീനെ നല്ലോണം പറ്റിക്കണല്ലോ, മാഷാല്ലാ. സുഹൈൽ ഷാസ് എപ്പോഴും കമന്റ് ചെയ്യലുണ്ട് കേട്ടോ. താങ്ക്സ് കേട്ടോ. കാരണം കമന്റ്സ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പിന്നെ വീഡിയോസ് ഇങ്ങനെ ചെയ്യാനൊക്കെ തോന്നും അല്ലേ. പിന്നെ അതുമല്ല ചെറിയ കമന്റ്സ് ഒന്നല്ല, അതിൽ ഫുള്ള് കുത്തിയിരുന്ന് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ചിലപ്പോൾ 2-3 കമന്റ്സ് ഒക്കെ ഉണ്ടാവും ഒരു വീഡിയോക്ക്. നീ വായിച്ചേ അടുത്തത്. ഷംലിന്റെ ബ്രോ വൈഫാണോ അതോ ബസ്സിന്റെ കഥറ? ന്യൂ സബ്സ്ക്രൈബറാണ്, അതൊക്കെ ചോദിക്കുന്നതാണ്. ബ്രോ വൈഫ് ഇത് മറ്റേ PSC ക്വസ്റ്റ്യൻ പോലെ ഇനി എന്താ? അസിന്റെ സിസ് ആണ്. കുറെ വീഡിയോസ് വരണ്ട്, കുക്കിംഗ് വീഡിയോസ്. കൊറേ കാലായി പറയണത് എന്തൊക്കെയാ പറഞ്ഞത്. ഞണ്ട് മാത്രല്ല, ചെമ്മീനും അടിപൊളിയായിരുന്നു. എന്തൊക്കെയോ ഒരു ഡയലോഗ് അടിച്ചിരുന്നെന്ന് അറിയോ? പിന്നെ എന്നിട്ട് ഞാൻ ഇന്നലെ ചെമ്മീനെ തൊലിച്ചിരുന്നട്ടാ. എന്നിട്ട് ഞാൻ പറഞ്ഞു ചെമ്മീനൊക്കെ നന്നാക്കി എല്ലാതും സെറ്റാക്കി തരാം, വീഡിയോ എടുക്കുകയല്ലേ വരിക. പിന്നെ തൊലിക്കണ മുതൽ ചെയ്യണം. എന്നാ പിന്നെ നാളെ ചെമ്മീനെ വാങ്ങിക്കോ. വലിയ ഉപകാരമല്ലേടി. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും കേട്ടോ ഈ മനുഷ്യൻ. പക്ഷെ അങ്ങനെ കുക്ക് ചെയ്ത് കിട്ടണം കുറച്ച് പണിയാണ്. ഗൾഫിൽ ഇതൊക്കെ എനിക്ക് കുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രഗ്നൻ്റ് ആകുമ്പോൾ 3 മാസം കുക്കിങ് ഇതുകൊണ്ടേ ധവനായിരുന്നു. ഇദ്ദേഹം എളുപ്പവഴിയാ. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് എനിക്ക് ടേസ്റ്റ് ഒന്നും അറിയില്ലായിരുന്നു. ഭയങ്കര ഛർദിയുള്ള സമയമായിരുന്നു.
ഒരു കുഴപ്പമുണ്ട്, നമുക്ക് നമ്മളെ ഒപ്പിച്ചും കൊണ്ട് ഉണ്ടാക്കൂലേ, എല്ലാ സാധനങ്ങളും വേണം. ബട്ടറും പിന്നെ കറിവേപ്പില ഇല്ലാന്നുണ്ടെങ്കിൽ ചെയ്യൂല. നമ്മൾ കടയിൽ അങ്ങനെ കറിവേപ്പില ഉണ്ടാവില്ല അല്ലേ, അവരൊന്നും അങ്ങനെ കറിവേപ്പിലൊന്നും വാങ്ങൂലല്ലോ. എന്നിട്ട് അത് എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടേസ്റ്റില് നോ കോംപ്രമൈസ്. ഉണ്ടാക്കുന്ന സാധനം ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ ആ ടേസ്റ്റ് കൊടുക്കുന്ന സാധനങ്ങൾ എലമെന്റ്സ് എല്ലാം എന്തൊക്കെയാ അറിയോ? അതിന്റെ ഫ്ലേവർ കൊടുക്കുന്ന സാധനങ്ങളാണ് ഉലുവ, ഒന്ന് കറിവേപ്പില, ചെറിയ ഉള്ളി, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇങ്ങനത്തെ ചെറിയ ജീരകം ഉണ്ടല്ലോ അത്, ഇതൊക്കെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. ബട്ടർ, മറ്റേ വെളിച്ചെണ്ണ. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാല് ഞാൻ പൊളിക്കും. അപ്പൊ ഇനി കുക്കിംഗ് വീഡിയോ വരും കേട്ടോ, സാമുക്കാന്റെ കുക്കിംഗ് വീഡിയോ. അങ്ങനെ പലതും വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ നിന്നൊന്നും വന്നിട്ടില്ല എന്നുള്ളൂ, വരുമായിരിക്കും. ഇനി എന്തൊക്കെയുണ്ട് ഈ സന വീടെത്താറായിക്കണം കേട്ടോ സനന്റെ. പിന്നെ സനനെ അപ്പൂസിനെ അവിടെ ഇറക്കി കൊടുത്തിട്ട് കൂടുതൽ നേരമൊന്നും നമ്മളവിടെ നിന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. പോകുന്ന വഴിക്ക് സാമുക്കാൻ്റെ ജിമ്മിൽ കയറാനുണ്ടായിരുന്നു. അവിടെ എന്തോ ക്രിസ്മസ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചേ. ആരുമില്ലേ? ഇവിടെ എന്തൊക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ. അവിടെ വന്നപ്പോ ഒന്നുമില്ല. ഇവിടെ ജിമ്മിന് വരുന്നതാട്ടോ. 1 മാസമായി ജോയിൻ ചെയ്തിട്ട് 3 ദിവസം എങ്ങാനും വന്നിട്ടുള്ളൂ. പരിചയപ്പെട്ടു. പേരൊന്നും ചോദിച്ചിട്ടില്ല. ദർശന എവിടെ സ്ഥലം? ഇവിടെ കുറെ ആയി ജോയിൻ ചെയ്തിട്ട്. ഇങ്ങനെയുണ്ട് ജിമ്മിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? അപ്പൊ ഫസ്റ്റ് നമ്മൾ സോയില ഒന്ന് എടുക്കണ്ടേ? സോയില തുറന്നു നോക്ക്. അങ്ങനെ പുള്ളപ്പ്. അപ്പൊ 20 പുള്ളപ്പ്. എന്താണ് അവ തവളച്ചാട്ടാണ്. തവളച്ചാട്ടം എങ്ങനെയാണ്? അങ്ങനെയൊന്നുമില്ല, കിട്ടിയ അത് മാറ്റി കൊടുക്കും. അതെന്താ 10 സെക്കൻഡ് കൂടി 10 സെക്കൻഡ് 6 സെക്കൻഡ് ഞാൻ എത്തപ്പറ്റില്ലല്ലോ. ഓക്കെ, കുഴപ്പമില്ല. എന്നാലും കുഴപ്പമില്ല. എല്ലാരും ഒന്ന് കൂടിക്ക് ഒരു ഫോട്ടോ ഞാൻ മറ്റേ കൈ പിടിപ്പിക്കുക ബാബോട്ടോ. മേരി ക്രിസ്മസ്. നമ്മളെ ഹേ ബനാന സ്റ്റാറിന്റെ ഇവിടെ അത് പിടിച്ച് മുഖം കവറയില്ല.
താങ്ക് യു സോ മച്ച്. ഞങ്ങളിത് അറേബ്യൻ ഗ്രില്ലിൽ വന്നതാട്ടോ. ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വന്നതാ. ഫുഡ് ഓൾറെഡി ഓർഡർ കൊടുത്തു കഴിഞ്ഞിരിക്കണേ. ഉപ്പച്ചി എവിടെ? ഉപ്പച്ചി എവിടെ? ഉപ്പച്ചി എവിടെ? അതെന്താന്ന് ചൂണ്ടിയിട്ട് അല്ല അല്ല അലാന അലാന അലാന. ഉപ്പച്ചി എവിടെ? ഉപ്പച്ചി എവിടെ? ഇപ്പച്ചി എവിടെ? എന്താണ് സന്തോഷമില്ലാത്ത മുഖത്ത്? സന്തോഷമുണ്ടല്ലോ. സന്തോഷിക്കാൻ പറ്റിയ സാധനം മുന്നിൽ ഇരിക്കുന്നു. സന്തോഷമില്ല. സ്റ്റാർട്ടർ വന്നിട്ടുണ്ട്. മേലൊക്കെ എടുക്കാൻ കൊണ്ടുപോകണം. മണത്ത് നോക്കണം. ചിക്കൻ ലോലിപോപ്പ് നല്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. സന്നൊക്കെ ഉണ്ടാക്കി കൊടുത്തു. വരുന്ന വഴിക്ക് ജിമ്മിൽ കയറാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള പരിപാടികളൊക്കെ കണ്ടപ്പോൾ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് വിശന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി. കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗായിരുന്നത്. ഇനി വരുന്നത് കല്യാണ വിശേഷങ്ങൾ, നിക്കാഹ് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. എല്ലാവരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. കുറേ പേര് ചോദിക്കുന്നുണ്ട് വീട്ടിലെന്തൊക്കെ വിശേഷങ്ങളുണ്ടല്ലോ, എന്താ ഒരു വ്ളോഗ് കണ്ടില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അടുത്തത് അങ്ങോട്ട് പിന്നെ നിക്കാഹിൻ്റെ കല്യാണത്തിൻ്റെ ഒക്കെ സീരീസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും ഓൾ. ബൈ.